ശ്രീ KVS പറഞ്ഞു ഇതാണ് കേരളം കണ്ടുപഠിക്കേണ്ടത്, ഒരു കമ്പാരിസൺ നടത്തിയാലെന്ന്. തൃപ്തികരമാണോ? നമുക്ക് അതുകൊണ്ട് ഇത് ഞാൻ ഈ കാണിക്കുന്നത് KVS ഹരിദാസ് ചേട്ടൻ്റെ പാർട്ടിയുടെ BJPയുടെ പ്രകടന പത്രികയിലെ ഒരു പുറമാണ്. ഇവിടെ കൊച്ചിയിലെ വാട്ടർ മെട്രോയുടെ അതിൻ്റെ പടമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇത് ഞങ്ങൾ അംഗീകരിച്ചതിന് നന്ദി. നിങ്ങളുടെ ആരുടെയും വലിയ സഹായവും കാരുണ്യവും ഔദാര്യവും കൊണ്ടല്ലല്ലോ ഈ കേരളം ഇത്തരത്തിലുള്ള നേട്ടങ്ങളെല്ലാം നേടിയിട്ടുള്ളത്. മറ്റൊരു കാര്യം, കോൺഗ്രസ് ഈ കാര്യത്തിൽ ഇവിടെ ഇന്ത്യയിൽ മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ കോൺഗ്രസ് ആർജവത്തോടുകൂടി നിലകൊള്ളുന്നതിന് പകരം മൃദു ഹിന്ദുത്വ നിലപാടിലേക്ക് മാറുന്നത് തെറ്റാണ്. അത് കുറ്റകരമായ അനാസ്ഥയാണ്. അവരുടെ നിരവധി നേതാക്കൾ മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ അവരെടുത്തിട്ടുള്ള നിലപാട് അതൊന്നും തന്നെ ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. ഇന്ന് കോൺഗ്രസിൻ്റെ തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ ഈ BJPയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിർദ്ദേശാനുസരണം ഇന്ത്യ ഗവൺമെൻറ് ചില വേട്ടപ്പട്ടികളെ കെട്ടഴിച്ചു വിടുന്നത് പോലെ കേന്ദ്ര ഏജൻസികൾ അഴിച്ചങ്ങ് വിട്ടാൽ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അങ്ങ് അമ്പേ തകർന്നു പോകും, CPMകാരെല്ലാം പേടിച്ചു പോകും, ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൂടി ജലധാരാ പ്രവാഹം ഉണ്ടാവും എന്നൊക്കെയാണ് അവരുടെ ഒരു സങ്കല്പം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ചിറകിലേറി ഞങ്ങൾക്ക് അങ്ങനെ വിജയത്തിൻ്റെ കൊയ്ത്ത് നടത്താം എന്നൊക്കെയായിരിക്കും ധാരണ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞാൻ ഉൾപ്പെടെയുള്ളവർ പരാജയപ്പെട്ടതാണ്, ശരിയാണ്. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകാൻ കോൺഗ്രസേ ഉള്ളൂ. അതുകൊണ്ട് ഇനിയും ഒരു മതനിരപേക്ഷത മുന്നണിക്ക് അത് ഇത്തരം കാര്യങ്ങൾ അതെല്ലാം കോൺഗ്രസ് ആണ് ഇവിടെ രാജ്യം ഭരിക്കേണ്ടത്. അങ്ങനെ ഇപ്പോൾ ഡിച്ചിങ് അമേധി ആൻഡ് റീച്ചിങ് വയനാട് അല്ലേ, അങ്ങനെയെല്ലാം വന്നപ്പോൾ ഈ ചക്ക പ്ലാവിൽ നിന്ന് വീണപ്പോൾ മുയൽ ചത്തതുകൊണ്ട് ഇക്കുറിയും എല്ലാ കൊമ്പിലും ചക്കയുണ്ടെന്നും ചക്കയെല്ലാം വീഴുന്നത് കാത്ത് മുയലിരിപ്പുണ്ടെന്നും ആ മുയലിനെ എല്ലാം വേവിച്ചെടുക്കാമെന്നും കോൺഗ്രസിനൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കും. കേരളത്തിൻ്റെ മനസ്സ് ഇടതുപക്ഷത്താണ് എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും ഹൃദയവും ഇടതുപക്ഷത്ത് തന്നെയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിനൊരു സേ ഉണ്ട്. ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ഇടതുപക്ഷം നടത്തിയിട്ടുള്ള ഇടപെടലുകളുണ്ട്. അതാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ഒന്നാം UPAയിൽ അത്തരത്തിൽ പരിപാടിയുടെ ഭാഗമായിട്ട് വിവരാവകാശ നിയമം കൊണ്ടുവന്നത്. അതിലടക്കമാണ് ഇന്ന് BJP വെല്ലുവിളിയടക്കം നേരിടുന്നത്. ഇപ്പോൾ KVS ഹരിദാസ് ചേട്ടൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ കോടതിയിലേക്ക് പോകുന്നത്, താൻ കൊണ്ടുപോയി കേസ് കൊടുക്കുന്നുള്ള നിലയിലേക്കാണ് പറയുന്നത്. ശരിയാണ്, അദ്ദേഹത്തിന്റെ ആ ഒരു ദേഷ്യമെല്ലാം നമുക്ക് മനസ്സിലാവും. എന്താണെന്ന് വെച്ചാൽ ബിൽക്കിസ് ബാനുവിന്റെ കേസിൽ 14 കൊല്ലക്കാലം അവർക്ക് സംരക്ഷണം നൽകി ആ വേട്ടയാടലിൽ നിന്ന് ആ സ്ത്രീയെ നിലനിർത്തിയ സഖാവ് സുഭാഷിണി അലി അടക്കമുള്ളവരും CPM വഹിച്ചൊരു പങ്കുണ്ട്. തീരുന്നില്ല. ഇലക്ട്രൽ ബോണ്ട് കേസിൽ ഏക രാഷ്ട്രീയ കക്ഷി പോലും CPM. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലുള്ള മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയും റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്നതും അത് CPMന്റേതാണെന്ന് പറയാൻ നാണമില്ല. എട്ടുകാലി മമ്മൂന്നിന്റെ സ്വഭാവമല്ലേ അത്? എങ്ങനെയാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി CPMന്റേതാവുന്നത്? മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിലാണ് സഹോദരി അത് വന്നത്. നിങ്ങൾ 60 കൊല്ലം ഭരിച്ചപ്പോഴും ഇത് ഭരണത്തിൽ തന്നെ ഇരുന്നതാണ്. നിങ്ങളെ തിരുത്തിക്കാൻ ഞങ്ങൾക്ക് കഴിയൂ. നിങ്ങൾ BJPയുടെ കൂടെ